കുന്നത്തുനാട്ടിലാണ് കുന്നത്തുനാട് MLA പി വി ശ്രീനിജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെയെല്ലാം സജീവതയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു നാട്ടുകൂട്ടം പോലെ വഴിയിൽ കാണുകയാണ്. പ്രചാരണ പരിപാടികൾ അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതോ ഈ കൂടിക്കാഴ്ചകളാണോ? ഇപ്പൊ ഞങ്ങള് ചെറിയ ചെറിയ കവലകളും ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരിവിടെ വന്നപ്പോ ഇവരൊരു ചെറിയ പരിഭവം പറയുമായിരുന്നു, ഒരു ഓട്ടോ കുറവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഊബറാണ് ഇവർ പറയുന്നത്, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഓട്ടം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളൊക്കെ കേട്ട് ഞാൻ ഈ സാധാരണ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് കിട്ടുന്ന പരിഭവങ്ങളും പരിവേദനങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് പദ്ധതികളായിട്ട് മാറുന്നത്. ഇവര് പറഞ്ഞ കാര്യം വളരെ ഗൗരവകരമായിട്ടൊരു വിഷയമാണ്. സാധാരണക്കാരനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇവരെയും നാട്ടിൽ ബാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ്. അത് സമയബന്ധിതമായിട്ട് ഒരു പരിഭവം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ഇത് നമുക്ക് മാറ്റാൻ കഴിയുന്ന വിഷയങ്ങളല്ല. പക്ഷെ ഇതൊക്കെയാണ് നിയമസഭയിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് പലപ്പോഴും ചോദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അത് സ്വാഭാവികമായിട്ടും അത് ഇനി ഉണ്ടാവും. ഈ മണ്ഡലത്തിലൊരു തുടർച്ച തേടുകയാണ് തീർച്ചയായിട്ടും. ഇതിലെ സാധാരണ ഇത് കുന്നത്തുനാട് അല്ലെങ്കിൽ കിഴക്കമ്പലം എന്നെല്ലാം പറയുമ്പോൾ പൊതുവിൽ അറിയപ്പെടുന്നത് 2020 ഒരു ഇടം എന്നെല്ലാം തന്നെയാണ്. പരാതികളില്ലാത്ത പരിഭവങ്ങളില്ലാത്ത നാട് എന്നൊക്കെയാണ് ഒരു ടാഗ് ലൈനോടുകൂടി പലപ്പോഴും 2020 അവതരിപ്പിക്കുന്നത്. എന്തുമാത്രം വികസന പദ്ധതികളും കാര്യങ്ങളും എല്ലാം കൂടെ അതിൽ നിന്ന് അവകാശവാദങ്ങൾക്കപ്പുറം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞല്ലോ, ഇവർക്ക് ഗുണകരമാകുന്ന എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ റോഡ് മോശമായി കിടന്ന് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് നന്നാക്കാന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കുന്നത്തുനാട്ടിലെ ഏതാണ്ട് എല്ലാ റോഡുകളും തന്നെ BMBC നിലവാരത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയങ്ങള്, ക്ഷേമ പെൻഷനുകൾ. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തില് ഇദ്ദേഹത്തിന്റെ അമ്മ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. 37,000 ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിൽ എല്ലാ വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നത്. ഏകദേശം 7.5 കോടി രൂപ ഈ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തും, മറ്റേത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രാദേശിക കക്ഷി, അവരിപ്പോ അങ്ങനെ ഒരു കക്ഷി ഇല്ല. ഇപ്പോ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കക്ഷിയായിട്ടാണ് അവർ മത്സരിക്കുന്നത്. അപ്പോ നമുക്ക് വർഗീയത വേണോ വികസനം വേണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു നിലപാട്, കോൺഗ്രസ് വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പൊ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പുത്തൻകുരിശ് പഞ്ചായത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക, കോൺഗ്രസ് ആരുടെ NDAയുടെ പിന്തുണയോടുകൂടിയാണ് പരസ്യമായിട്ട് ഭരണം മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിൽ ഇത് നമ്മൾ ചോദിച്ചപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പൊ പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് തുറന്നു പറയാനുള്ള കാഴ്ചപ്പാട് കോൺഗ്രസ് കാണിക്കണം. സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടി അവർ ഈ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് ഭരിക്കുക പരസ്യമായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം വർഗീയത ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം ഇപ്പൊ നമുക്ക് 2021 മുമ്പുള്ള കുന്നത്തുനാടിലെ റോഡുകൾ, ഇപ്പൊ നെല്ലാട് കിഴക്കമ്പലം റോഡ്, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, ചൂണ്ടി രാമമംഗലം റോഡ്, കോരങ്കടവ് പാലം, ഇതെല്ലാം സ്ഥിതി എന്തായിരുന്നു നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പൊ അതിനുശേഷം 2021 ശേഷം ഇപ്പോ ഏകദേശം 2,300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്, അത് സർക്കാരിന്റെ സഹായത്തോടു കൂടി. അപ്പൊ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. 2020 ഇനി സംഘപരിവാറിന്റെ ഭാഗമെന്നാണോ ഇനി പറയേണ്ടത്? അല്ല, അങ്ങനെയല്ലേ. അവരുടെ സ്ഥാനാർത്ഥി, അവരുടെ ഒരു പ്രാദേശിക കക്ഷി എന്നുള്ള നിലക്ക് അവരുടെ ചിഹ്നം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. ആ ചിഹ്നമല്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്, കേൾക്കുന്നത്. അവരങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതെല്ലാം നോക്കുമ്പോ ആ സംഘപരിവാർ എന്താണ് മുന്നോട്ട് വെക്കുന്നത്, അതില് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ആപത്ത് വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പോ പല ആളുകളും കേൾക്കുകയില്ല. പക്ഷെ പിന്നീട് ഭാവിയിൽ അതിന്റെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിട്ടൂരം ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ അവർ ആക്രമിക്കപ്പെടുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത. ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ 2ാമത്തെ ഇത് വന്നു. ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന അത്തരം കാര്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ഘടകമായി നിന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അപ്പൊ അവരുടെ ഉദ്ദേശശുദ്ധി
ഒരുപക്ഷെ ഇവ കബളിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം വിലയിരുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ന നില പോലും തരാതെ ചിലപ്പോഴെങ്കിലും ഒരു ഹറാസ്മെന്റിലേക്ക് അടക്കം പലപ്പോഴും ഇവിടെ കടന്നിട്ടുണ്ട്. അല്ല, അതെല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഞാനത് വ്യക്തിപരമായിട്ട് ഈ സാബു ജേക്കബുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളെ നമ്മൾ ആശയപരമായിട്ട് എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. ഞാൻ എതിർക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പലപ്പോഴും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ അതിനെ മാറ്റി എന്നുള്ളതൊരു ഖേദകരമായ കാര്യമാണ്. അതെല്ലാം പക്ഷെ രാഷ്ട്രീയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതിനെ അങ്ങനെ തന്നെ നേരിടേണ്ട കാര്യമുള്ളൂ. പക്ഷെ എൻ്റെ എൻ്റെ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശയപരമായിട്ടുള്ള ഫൈറ്റാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായെന്ന് ഇപ്പോൾ സംഘപരിവാറിന്റെ കൂടാരത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ കുന്നത്താണിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മത്സരം നല്ല മികച്ച മത്സരം തന്നെയാണ്. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നേ ഉള്ളൂ. അപ്പോ മത്സരിക്കുന്ന ആളുകളെല്ലാം വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ്. അതിലൊന്നും തെറ്റൊന്നുമില്ല. അതിലൊറ്റ കാര്യമുള്ളൂ, 2021 മുമ്പ് ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? എനിക്ക് എന്റെ ജനങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾ വിലയിരുത്തുക. 2021 മുമ്പ് 10 വർഷം ഈ നിയോജകമണ്ഡലത്തിൽ എന്തായിരുന്നു ഒരു ഇരുണ്ട കാലം ഉണ്ടായിരുന്നെങ്കിൽ 2021 ശേഷമുള്ള തെളിഞ്ഞ കാലവും നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങൾ നെല്ലാട് കിഴക്കമ്പലം വരെ റോഡ് വരെ ഒന്ന് യാത്ര ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക. ചൂണ്ടി രാമമംഗലം റോഡ് നന്നായിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ കോരങ്കടവ് പാലം 4 കാലിലിരുന്ന പാലമാണ്. അവസാനം പാലത്തിന് തന്നെ മടുത്തിട്ട് പാലം ആ 4 കാലും എഴുന്നേറ്റ് ഓടുന്ന സമയത്താണ് ഞാൻ MLA ആയിട്ട് വരുന്നത്. ഇപ്പോൾ പോയി കാണാം, ആ പാലം പൂർത്തീകരിച്ചു. അങ്ങനെ നിങ്ങൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി മുൻ MLA കാലവും ഈ കാലവും കൂടി നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ത്യയും UDF എല്ലാം ഒരു പൊതുശത്രുവായിട്ട് CPM-നെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ കാണുന്നെങ്കിൽ ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ NDAക്കും UDF-നും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുത്തൻകുരിശ് പഞ്ചായത്ത് അതിന് ക്ലാസിക് എക്സാമ്പിളാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ഭരണം അവര് തമ്മിൽ കൈകോർത്തുകൊണ്ട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ NDAയുടെയും കോൺഗ്രസിന്റെയും ഭരണം നിൽക്കുകയാണ്. എങ്ങനെയാണ് അത് നിഷേധിക്കാൻ കഴിയുന്നത്? ഇപ്പോഴും ആ ഭരണത്തിൽ അവര് സുഖിച്ച് ആ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതായാലും അവർക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ ഉള്ള കാര്യത്തിൽ പേരിനാരെങ്കിലൊക്കെ നിർത്തിയിട്ടുണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷെ ജയപരാജയങ്ങൾക്ക് അപ്പുറം നമ്മളെടുക്കുന്ന മുന്നോട്ട് വെക്കുന്ന നിലപാടുകളുണ്ട് വർഗീയതക്കെതിരെ. ആ വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടിനോടൊപ്പം തന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് PV ശ്രീനിജൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ 2020 ഒരു തട്ടകം എന്നറിയപ്പെടുന്ന കുന്നത്തുനാട് കിഴക്കമ്പലത്ത് വീണ്ടും ഒരു ആധികാരിക വിജയം നേടാനായിട്ട് തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കുന്നത്തുനാട് നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.